മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടി ലഭിച്ചതിൽ താൻ അഭിമാനിക്കുന്നെന്ന് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുലിമുരുകന്റെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപ്പാടം. നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ വാക്പോര് തുടരുന്നതിനിടെയാണ് ന്യായമായ രീതിയിൽ ലാഭമുണ്ടായെന്ന വസ്തുതയുമായി ടോമിച്ചൻ രംഗത്തെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട മലയാള സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 1 മുതൽ നിർമ്മാതാക്കൾ സിനിമാ സമരം നടത്താനിരിക്കെയാണ് ടോമിച്ചന്റെ ഈ അവകാശവാദം. ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ എന്ന് ടോമിച്ചൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നും മുളകുപാടം പറയുന്നു. എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വാസ്തവ വിരുദ്ധമാണ്. പ്ലാൻ ചെയ്ത ബജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നു എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു എന്നും കൂട്ടിച്ചേർക്കുന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി 2 കോടി രൂപയുടെ ലോൺ എടുത്തത്. ആ ലോൺ പൂർണ്ണമായും 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. 3 കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഇൻകം ടാക്സ് അടച്ചത്. അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ എന്നും ടോമിച്ചൻ ചോദിക്കുന്നു. അതിനുശേഷം ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട്. 9 വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വെറും 3 ആഴ്ചയിൽ താഴെ സമയം കൊണ്ട് 100 കോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളും അതർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയും മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോമിച്ചൻ മുളകുപാടം ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.